ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷ് വീണ സ്കൂളിൽ പോണ വഴിയിൽ കാത്തുനിന്ന് വീണയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഹണിമൂൺ ട്രിപ്പ് അവർ പ്ലാൻ ചെയ്യുന്നതിനിടയിലാണ് പോറ്റിമാമൻ അതുവഴി വരുന്നത്. കുറച്ചു സമയം ഒളിഞ്ഞു നിന്ന് കണ്ടിട്ട് ഇടങ്കോലമ്മാവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കല്യാണത്തിന് മുന്നേ എന്താ ഇങ്ങനെയൊരു സംഗമം? കെട്ട് കഴിഞ്ഞിട്ട് പോരെ ഇങ്ങനെ പരസ്യമായ സംസാരമൊക്കെ എന്നയാൾ ചോദിക്കുമ്പോൾ, പോരാ, കെട്ട് മുമ്പല്ലേ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് വീണ മറുപടി കൊടുക്കുമ്പോൾ, അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ ഇഷ്ടപ്പെട്ട അങ്ങ് ജീവിച്ചാൽ മതി. ഇങ്ങനെ പുറത്തുനിന്ന് കണ്ട് പരസ്യമായി ഓരോന്ന് പറഞ്ഞ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പോറ്റിമാമൻ ഉപദേശിക്കുമ്പോൾ, പരസ്യമായി പറഞ്ഞതാണല്ലേ പ്രശ്നം, രഹസ്യമായ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വീണ ചോദിക്കുമ്പോൾ, ലോകം കുറച്ച് കൂടുതൽ കണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ ഗൗനിക്കാൻ പറഞ്ഞതാ. ചീത്തപ്പേര് വീണ പോവൂല എന്ന് പോറ്റിമാമൻ പറയുമ്പോൾ, കെട്ടാൻ പോണ പെണ്ണും ചെക്കനും വഴിന്ന് സംസാരിച്ച എന്തോന്ന് ചീത്തപ്പേര് മാമ എന്ന് വീണ വാദിക്കണ കേട്ട്, സന്തോഷേ, ഇത് നിന്റെ കൈ നിൽക്കൂലടാന്ന് പറയാ. എന്തായാലും കണ്ടതല്ലേ, മാമന് മുറുക്കാൻ ഒരു 500 രൂപ താ എന്ന് പറഞ്ഞ് വീണയോട് ചോദിക്കുന്നുണ്ട് പോറ്റിമാമൻ. 500 രൂപയ്ക്ക് എന്ത് മുറുക്കാൻ? ഞാൻ തരൂല എന്ന് വീണ പറയുമ്പോൾ, നീ അങ്ങോട്ടല്ലേ വരുന്നത്, നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങിയിട്ട്, നീ ജോലിക്ക് പോവാതെ കറങ്ങി നടക്കാന്ന് ഞാൻ മണിയോട് പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് പോണ വഴിക്ക് കല്യാണം മുടങ്ങിയ മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് പോറ്റിമാമൻ. അവിടെ കമലാക്ഷി ടീച്ചറുടെ വീട്ടിൽ മന്ത്രവാദം നടക്കുക. ടീച്ചറുടെ ബാധ കയറിയ പോലെ കളത്തിലിരിക്കുന്നുണ്ട് കമലാക്ഷി ടീച്ചർ. ആരാ നീ എന്ന് അയാൾ ചോദിക്കുമ്പോൾ, ടീച്ചർ അമ്മ, സരസ്വതി ടീച്ചർ എന്ന് കമലാക്ഷി ടീച്ചർ പറയുന്നുണ്ട്. ഒഴിഞ്ഞു പോ എന്ന് പറഞ്ഞ് ചുരൽ കൊണ്ട് നല്ല തല്ല് കൊടുക്കുമ്പോൾ, അടിക്കല്ലേ സാറേ എന്നും പറഞ്ഞുകൊണ്ട് കമലാക്ഷി ടീച്ചർ വീട്ടിൽ കിടന്ന് ഓടുക. ഉടല് വിട്ട് പോവോന്ന് ചോദിച്ച് അയാൾ അടിക്കുമ്പോൾ പോവാന്ന് കമലാക്ഷി ടീച്ചർ സമ്മതിക്കുമ്പോൾ, ഒരു ചരട് ജപിച്ച് ആരോടും മിണ്ടാതെ കമലാക്ഷി ടീച്ചറുടെ അരയിൽ കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞ് ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് ദക്ഷിണയും വാങ്ങി തൻ്റെ പണി തീർത്തിട്ട് അയാൾ പോവുക. അപ്പോഴാണ് മദനൻ സാർ അങ്ങോട്ട് വരുന്നത്. വീണ ടീച്ചറുടെ കയ്യിൽ നിന്ന് രജിസ്റ്റർ വാങ്ങാൻ പോയ കമലാക്ഷി ടീച്ചർ തുള്ളൽ പനി പിടിച്ച് കിടക്കാണെന്ന് സോമൻ സാർ പറഞ്ഞു. കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് വന്നതാണെന്ന് മദനൻ സാർ പറയണ കേട്ട്, സാറേ പനിയല്ല, ബാധ കയറിയതാണെന്ന് കമലാക്ഷി ടീച്ചർ പറയുമ്പോൾ, ചൊവ്വയിൽ കൃഷി തുടങ്ങാൻ പോണ ഈ കാലത്ത് ഇങ്ങനെയുള്ള വിവരക്കേടൊന്നും പറയല്ലേ ടീച്ചറെ, കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക്കായി കാണണം, ടീച്ചറായ നമ്മളിങ്ങനെ വിവരക്കേട് പറഞ്ഞ് നടക്കരുത് എന്ന് മദനൻ സാർ പറയണ കേട്ട്, സാർ അനുഭവം വന്നാലേ പഠിക്കത്തുള്ളൂ. ഇന്നലെ ഞാൻ വീണ ടീച്ചറുടെ വീട്ടിൽ പോയി രജിസ്റ്റർ വാങ്ങി ടീച്ചറോട് സംസാരിച്ച് നിൽക്കായിരുന്നു. അന്നേരം നോക്കുമ്പോൾ സ്റ്റോർ റൂമിൽ 1-ാം തരം രസകഥളി തൂക്കിയിട്ടിരിക്കുക. കഥളിപ്പഴം എൻ്റെ വീക്ക്നെസ്സാ സാറേ. ഞാൻ ആ സ്റ്റോറിൻ്റെ അടുത്ത് നിന്നപ്പോൾ സരസ്വതി ടീച്ചറെ അടക്കിയെടുത്തു നിന്ന് ടീച്ചർ ഇങ്ങനെ ഒഴുകി വന്ന് രസകഥളി കുലയുടെ പിന്നാലെ വന്ന് നിൽക്കുക, എന്നെ കയറി പിടിക്കാൻ. കാര്യം മനസ്സിലായ ഞാൻ ഇറങ്ങി ഓടി. ടീച്ചർ എൻ്റെ ഒപ്പം വന്നു. ബാധ എന്നിൽ കൂടി സാറേ. കാന്താരി ചൂരലിന് 2 അടി കിട്ടിയപ്പോഴാ ടീച്ചർ ഇറങ്ങിപ്പോയത്. സരസ്വതി ടീച്ചറെ വേദനിപ്പിച്ച എല്ലാവരെയും ടീച്ചർ വിടാതെ പിടിക്കും. സാറ് സൂക്ഷിച്ചോ. എന്നെക്കാളും സാറല്ലേ സരസ്വതി ടീച്ചറെ കൂടുതൽ കളിയാക്കിയത്. എനിക്ക് ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് സാറിന് കാര്യമായി കിട്ടാനുള്ള സാധ്യത എന്ന് കമലാക്ഷി ടീച്ചറുടെ ഉപദേശം കേട്ട്, തനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് മദനൻ സാർ പറയുമ്പോൾ, പണി കിട്ടുമ്പോൾ വിശ്വാസം വരും എന്ന് കമലാക്ഷി ടീച്ചറും പറയുക. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം സൂക്ഷിച്ചോ സാറേ എന്ന് കമലാക്ഷി ടീച്ചർ വീണ്ടും പറയുമ്പോൾ, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, അതുകൊണ്ട് പേടിയുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മദനൻ സാർ അവിടെ നിന്ന് ഇറങ്ങി പോവുക. പിന്നീട് മദനൻ സാർ തനിയെ മൊബൈൽ വെളിച്ചത്തിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും സാറിന് പേടി തോന്നുന്നുണ്ട്. കമലാക്ഷി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ചെറിയ പേടിയില്ലാതില്ല. കമലാക്ഷി ടീച്ചറോട് നേരം പോക്കിന് പറഞ്ഞതാ, അത് കാര്യക്കല്ലേ സരസ്വതി ടീച്ചറെ എന്നും പറഞ്ഞ് പേടിയോടെ നടക്കുന്നതിനിടയിലാണ് എതിരെ ഒരു അമ്മയും കളിപ്പാട്ടക്കൊമ്പ് തലയിൽ വെച്ച 2 കുട്ടികളും വരുന്നത് കാണുന്നത്. ഇത് കണ്ട മദനൻ സാർ, സരസ്വതി ടീച്ചർ എന്നെ പിടിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞ് പേടിച്ച് ജീവനും കൊണ്ടോടുക. പിന്നീട് കാണിക്കുന്നത് രാവിലെ തലയിൽ പൂവൊക്കെ വെച്ച് ഭസ്മക്കുറിയൊക്കെ വരച്ച് ബാത്റൂമിലിരുന്ന് കമലാക്ഷി ടീച്ചറെ വിളിക്കുന്ന മദനൻ സാറിനെയാണ്. ഇന്നലെ രാത്രി ടീച്ചറെ കണ്ട് മടങ്ങുമ്പോൾ സരസ്വതി ടീച്ചർ എന്നെ ഓടിച്ചു എന്ന് മദനൻ സാർ പറയുമ്പോൾ, നന്നായി പോയി, സാറിനോട് ഞാൻ പറഞ്ഞപ്പോൾ എന്തൊരു ശാസ്ത്രചിന്തയായിരുന്നു, അനുഭവം വന്നപ്പോൾ പഠിച്ചില്ലേ എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കണ കേട്ട്, ടീച്ചർ ഒറ്റയ്ക്കല്ല 2-3 കുട്ടിഭൂതങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ സാറിന് വലുതെന്തോ വരാൻ കിടക്കുക. പനിയുണ്ടോ? ഞാൻ എലസ് കെട്ടിയപ്പോൾ കുറച്ച് ആശ്വാസമുണ്ടെന്ന് കമലാക്ഷി ടീച്ചർ പറയണ കേട്ട്, പനിയൊക്കെയുണ്ട്, 2-3 പാരസെറ്റമോൾ ഗുളികയൊക്കെ കുടിച്ചു, എന്നാലും ആശ്വാസമില്ല.
ഊതിക്കെട്ടിയ ആളിൻ്റെ നമ്പർ ഒന്ന് തൻ്റെ മൊബൈലിലേക്ക് അയക്കണമെന്ന് മദനൻ സാർ പറയുന്നുണ്ട്. നമ്പറൊക്കെ ഞാൻ അയച്ചു തരാം. സാറിൻ്റെ ശാസ്ത്രചിന്തയൊക്കെ എവിടെ പോയി എന്ന് കമലാക്ഷി ടീച്ചറും ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്ന വീണ ടീച്ചർ സോമൻ സാറിനോട് കമലാക്ഷി ടീച്ചർ വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഞാൻ വയ്യാതെ വീട്ടിൽ കിടക്കായിരുന്നു. അപ്പോഴാണ് കമലാക്ഷി ടീച്ചർ രജിസ്റ്റർ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നത്. സ്കൂളിൽ വലിയ തിരക്കൊന്നുമില്ല. കുറച്ചു നേരം ഇരുന്നിട്ട് പോവാന്ന് പറഞ്ഞ് എന്നോട് കുടിക്കാൻ എടുക്കാനും പറഞ്ഞു. കുടിക്കാൻ എടുക്കാൻ പോയപ്പോൾ തൻ്റെ കൂടെ വന്ന് പഴത്തിൻ്റെ മണം പിടിച്ചുകൊണ്ട് സ്റ്റോർ റൂമിൽ പോയി. പിന്നീട് പേടിച്ച് കിളിപോയി ഒറ്റ നിൽക്കുന്നതാ കാണുന്നത്. അന്നേരം വായിൽ രസകദളി പഴം ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കൊലയുടെ ഇടയിൽ പ്രേതം ഉണ്ടെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊരോട്ടം എന്ന് വീണ പറയുമ്പോൾ ആ ഓട്ടത്തിൽ പനി പിടിച്ചിട്ട് ഇന്ന് തലപൊക്കിയിട്ടേ ഉള്ളൂ. ടീച്ചറുടെ ഭർത്താവ് ഇന്നലെ വിളിച്ച് ലീവൊക്കെ പറഞ്ഞു എന്ന് സോമൻ സാർ പറയുമ്പോഴേക്കും മദനൻ സാറിൻ്റെ കോളും വരുന്നുണ്ട്. മദനൻ സാറും വിളിച്ചിട്ട് ലീവ് പറയുക. എന്ത് പറ്റിയെന്ന് സോമൻ സാർ ചോദിക്കുമ്പോൾ വൈകിട്ട് കമലാക്ഷി ടീച്ചറുടെ വീട്ടിൽ നിന്ന് മടങ്ങിയതാ. സരസ്വതി ടീച്ചറുടെ പ്രേതം എന്നെ ഓടിച്ചെന്ന് മദനൻ സാർ പറയണ കേട്ട് കമലാക്ഷി ടീച്ചർ ഇതുതന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ അധ്യാപകർ തന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ എന്ന് സോമൻ സാർ ചോദിക്കണ കേട്ട് ഇതുപോലെ ഞാൻ കമലാക്ഷി ടീച്ചറെ പരിഹസിച്ചതാ. അപ്പോഴാണ് പണി കിട്ടിയത്. സരസ്വതി ടീച്ചറും 2 കുട്ടിഭൂതങ്ങളും ഉണ്ടായിരുന്നു. ഉള്ളതാ സാറേ എന്ന് മദനൻ സാർ വീണ്ടും പറയുമ്പോൾ നിങ്ങൾ സയൻസ് പഠിപ്പിക്കുന്നവർ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? 2 ആളും വരാതിരുന്ന ക്ലാസ് അവതാളത്തിലാവൂലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന സ്കൂളിന് തന്നെ നാണക്കേടല്ലേ എന്ന് സോമൻ സാർ ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞാൽ ഇന്ന് വരാൻ പറ്റൂല. ഇനി വല്ല രക്ഷയും ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇന്നത്തേക്ക് എനിക്ക് എന്തായാലും ലീവ് സാങ്ഷനാക്കി തരണമെന്ന് മദനൻ സാർ പറയുമ്പോൾ പർപ്പസ് പ്രേതത്തെ പേടിച്ച് പനി പിടിച്ചതാണെന്ന് മതിയോന്ന് ചോദിക്കുമ്പോൾ എന്ത് വേണമല്ലോ എഴുതിക്കോ, ഇന്നലത്തെ നെഞ്ചിടിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് മദനൻ സാർ ഫോൺ വയ്ക്കുക. ഈ കാര്യം വീണയോട് പറയുമ്പോൾ അതെന്താ അമ്മ എന്നെ കാണാൻ വരാതെ മദനൻ സാറിൻ്റെയും കമലാക്ഷി ടീച്ചറിൻ്റെയും പുറകെ നടക്കുമെന്ന് വീണ ചോദിക്കുമ്പോൾ ശത്രു സംഹാരമായിരിക്കും സരസ്വതി ടീച്ചറുടെ ഉദ്ദേശം എന്ന് സോമൻ സാർ പറയുന്ന സമയത്ത് ക്ലാസ്സിൽ പോകാൻ സമയമായെന്നും പറഞ്ഞുകൊണ്ട് വീണ അവിടെ നിന്ന് പോവുക. പിന്നീട് കല്ലവും കാവ്യവും ഗെയിം കളിച്ചിരിക്കുമ്പോൾ വിഷ്ണു വരുന്നത് കണ്ട് ഇന്ന് അച്ഛൻ നേരത്തെ വന്നത് എന്താന്ന് കല്ലു ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റേഷൻ വരെ വരണമായിരുന്നു, അതുകൊണ്ടാണ് നേരത്തെ എത്തിയതെന്ന് വിഷ്ണു പറയുമ്പോഴേക്കും വിഷ്ണുവിനൊരു കോൾ വരിക. അന്ന് രാമേശ്വരത്തുനിന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വന്ന പോലീസുകാരായിരുന്നു വിളിച്ചത്. അന്ന് കംപ്ലൈൻറ്റ് തന്നവർ സ്ട്രോങ് ആയിട്ടുണ്ട്. അവരുടെ ഫോട്ടോ നോക്കുമ്പോൾ ബോഡിയുമായി സാമ്യമുണ്ട് എന്ന് ആ പോലീസുകാരൻ പറയുമ്പോൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തിയതാണ്. ഞങ്ങൾക്കുറപ്പുണ്ടെന്ന് വിഷ്ണു പറയുമ്പോൾ ഞങ്ങൾക്കുറപ്പില്ല, അവർ നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. അവരുടെ അമ്മയുടെ ബോഡിയാണ് നിങ്ങൾ ദഹിപ്പിച്ചതെന്ന് അവർ വിചാരിക്കുന്നത്. ഞങ്ങൾക്കും സെയിം ഡൗട്ടുണ്ട്. ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ കോൾ വയ്ക്കുക. ഡിറ്റക്റ്റീവ് കല്ലു ഇതൊക്കെ കേട്ട് ആരാ അച്ഛ വിളിച്ചത്, രാമേശ്വരം പോലീസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കണ കേട്ട് നിനക്ക് പഠിക്കാനൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്ന് ഓടിച്ചു വിടുക. പിറ്റേ ദിവസം മേരിക്കുട്ടി ടീച്ചറും മദനൻ സാറും കമലാക്ഷി ടീച്ചറും ഒക്കെ സോമൻ സാറുടെ അടുത്ത് രജിസ്റ്ററിൽ ഒപ്പുവെക്കുമ്പോഴാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് വീണയും മിഥുൻ സാറും നീന ടീച്ചറും അങ്ങോട്ട് വരുന്നത്. വീണ ഒരു 10 ദിവസത്തെ ലീവിന് അപേക്ഷ കൊടുക്കുമ്പോൾ സോമൻ സാർ ഇത് മേരിക്കുട്ടി ടീച്ചറോട് പറയുക. സരസ്വതി ടീച്ചർ സർവീസിൽ ഇന്നേ വരെ ലീവ് എടുത്തില്ലെന്ന് സോമൻ സാർ ഓർമ്മിപ്പിക്കുമ്പോൾ സന്തോഷ് വഴിയിൽ തടഞ്ഞു വെച്ച് പിടിച്ചു നിർത്തി ലീവ് എടുപ്പിച്ചതാ എന്ന് വീണ പറയണ കേട്ട് സൈക്കിൾ സവാരിക്കാരൻ ഗോവൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് തന്നെ അത്ഭുതമുള്ള കാര്യമല്ലേ എന്ന് നീന ടീച്ചറും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കമലാക്ഷി ടീച്ചർ സൈക്കിളിലാണോ ഗോവയ്ക്ക് ട്രിപ്പ് പോണതെന്ന് ചോദിക്കുമ്പോൾ ട്രാക്ടറിലാണെന്ന് മേരിക്കുട്ടി ടീച്ചർ മറുപടി കൊടുക്കുക. സോമൻ സാർ അവസാനം 1 വീക്ക് ലീവ് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് വീണയും മിഥുൻ സാറും നീന ടീച്ചറും പോവാൻ തുടങ്ങി ഡോറിനടുത്തെത്തുമ്പോഴാണ് ആ സർപ്രൈസ് പൊട്ടിച്ചാലോ എന്ന് വീണ ചോദിക്കുന്നത്. ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് മിഥുൻ സാർ പറയുമ്പോൾ അപ്പോൾ ഞാൻ വാങ്ങിയ ലഡു എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് ലഡു എടുത്തുകൊണ്ട് അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീണയുടെ കല്യാണത്തിന് ലഡു കൊടുക്കാമെന്ന് വിചാരിച്ച് കൺഗ്രാസ് പറയുന്നുണ്ട്. സേവ് ദ ഡേറ്റ് ഇല്ലേ എന്ന് ചോദിച്ച് തൻ്റെ മോനും മരുമോളും സേവ് ദ ഡേറ്റ് എടുക്കാൻ പോയി വെള്ളത്തിൽ വീണ കഥയൊക്കെ പറഞ്ഞ് വെള്ളത്തിലൊന്നും വെച്ച് സേവ് ദ ഡേറ്റ് എടുക്കല്ലേ എന്ന് വീണയോട് പറയുന്നുണ്ട്. ഹൽദിയുടെ കാര്യം കമലാക്ഷി ടീച്ചർ ചോദിക്കുമ്പോൾ ഹൽദിയും മെഹന്തിയും ഒന്നും ഇല്ല എന്ന് വീണ പറയുമ്പോൾ ആകെ മൊത്തം ദാരിദ്ര്യം സെറ്റപ്പാന്ന് മദനൻ സാറോട് രഹസ്യമായി പറഞ്ഞുകൊണ്ട് മദനൻ സാറും കമല ടീച്ചറും അവിടെ നിന്ന് പോവുക. പിന്നീട് കാണിക്കുന്നത് തളത്തിലിരുന്ന് കാവ്യം കല്ലും പഠിക്കുമ്പോൾ വീണ മെല്ലെ കല്ലുവിനെ വിളിക്കുന്നുണ്ട്. ഇത് കണ്ട് കാവ്യം അത് ശ്രദ്ധിക്കുന്നുണ്ട്. കല്ല് റൂമിലേക്ക് എത്തുമ്പോഴേക്കും വീണ ടീച്ചറമ്മയ്ക്ക് വാങ്ങിയ മൊബൈൽ കാണിച്ചു കൊടുക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.